CPM-നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ CPM-നെ ഞെട്ടിത്തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് കാലത്ത് 11 മണി വരെ CPM-നോടൊപ്പം നിലയുറപ്പിച്ചിരുന്ന CPM-ന്റെ സകലമാന തെണ്ടിത്തരങ്ങൾക്കും CPM-ന്റെ സകലമാന തെമ്മാടിത്തരങ്ങൾക്കും CPM-ന്റെ സകലമാന നെറികേടുകൾക്കും എന്താ പറയാ ഓശാന പാടിയിരുന്ന അല്ലെങ്കിൽ ഒത്താശ ചെയ്തിരുന്ന ന്യായീകരിച്ചിരുന്ന CPM-ന്റെ നമ്പർ 1 ന്യായീകരണ തൊഴിലാളിയായ റെജി ലൂക്കോസ് BJP-യിൽ ചേർന്നിരിക്കുന്നു. ശരിക്കും അവിശ്വസനീയമായ വാർത്ത. ഞാൻ ആദ്യം തന്നെ മനോരമയിൽ കണ്ടപ്പോൾ മനോരമയിലെ വാർത്ത ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റോരോ ചാനലുകളും മാറി നോക്കിയപ്പോൾ പിന്നീട് മാതൃഭൂമി ചാനലിലാണ് കണ്ടത്. മാതൃഭൂമി ചാനലിലെ വാർത്ത പറയുന്നത് മാധു സജിയാണ്. മാധു സജിയുടെ ഒക്കെ വാക്കുകൾ ഇങ്ങനെ ഗദ്ഗതം ഇടറുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ എന്താ പറയാ ഏറ്റവും അധികം പ്രിയങ്കരനായിരുന്നു റെജി ലൂക്കോസ് കേട്ടോ. എന്ന് പറഞ്ഞാൽ BJP-യെ അടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കാലം ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമായിരുന്നു റെജി ലൂക്കോസ്. അതായത് CPM-കാരും അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷത്തിന് വേണ്ടി കുഴലൂതുന്ന മാധു സജിയെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നല്ല, ഓരോരോ മാധ്യമപ്രവർത്തകരും BJP-യെ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമായിരുന്നു റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ എന്താ പറയാ നിരീക്ഷകൻ അല്ലെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ എന്നൊക്കെയുള്ള പേരില് TV ചർച്ചകളിൽ എല്ലാവർക്കും സുപരിചിതനാണ് റെജി ലൂക്കോസ്.